ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണവും അപകടകരവുമായ രാഷ്ട്രീയ സൈനിക സമവാക്യങ്ങളാണ് പശ്ചിമേഷ്യയിൽ ഓരോ ദിവസവും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദശകങ്ങളായി തുടരുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഇപ്പോൾ അതിന്റെ പ്രാദേശിക അതിർവരമ്പുകൾ ലംഘിച്ച് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വളർന്നിരിക്കുന്നു. ഈ മഹായുദ്ധത്തിന്റെ നിഴൽ ഏറ്റവും അധികം പതിഞ്ഞിരിക്കുന്നത് ലെബനനിലാണ്. പ്രത്യേകിച്ച് ലെബനിലെ കരുത്തരായ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയെ കേന്ദ്രീകരിച്ച് പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ വരാനിരിക്കുന്ന ഒരു വലിയ സ്ഫോടനത്തിന്റെ സൂചനകളാണ് നൽകുന്നത്. 2024 യുദ്ധത്തിൽ കനത്ത ആഘാതം നേരിട്ട ഹിസ്ബുള്ളയെ പുനർജീവിപ്പിക്കാൻ IRGC നേരിട്ട് രംഗത്തിറങ്ങിയത് പശ്ചിമേഷ്യൻ യുദ്ധഭൂപടത്തിൽ നിർണായകമായ മാറ്റങ്ങൾ വരുത്തുന്നു. 1982 ഇസ്രായേൽ ലെബനൻ ആക്രമിച്ച കാലത്താണ് ഇറാന്റെ ആത്മീയ നേതൃത്വത്തിന്റെയും IRGCയുടെയും നേരിട്ടുള്ള പിന്തുണയോടെ ഹിസ്ബുള്ള രൂപം കൊള്ളുന്നത്. അന്നു മുതൽ ഇന്നും ഇറാന്റെ പശ്ചിമേഷ്യൻ തന്ത്രങ്ങളുടെ മുൻനിര പോരാളികളാണ് ഹിസ്ബുള്ള. എന്നാൽ 2024 യുദ്ധം ഹിസ്ബുള്ളയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായിരുന്നു. സംഘടനയുടെ നട്ടെല്ലും ദീർഘകാലത്തെ കരുത്തുറ്റ നേതാവുമായിരുന്ന ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടത് വലിയൊരു ശൂന്യതയാണ് സൃഷ്ടിച്ചത്. ഇതിനു പുറമെ പേജർ സ്ഫോടനങ്ങൾ ഉൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ അത്യാധുനിക ഇന്റലിജൻസ് ഓപ്പറേഷനുകളിലൂടെ നിരവധി മുതിർന്ന കമാൻഡർമാരെയും സാങ്കേതിക വിദഗ്ധരെയും സംഘടനയ്ക്ക് നഷ്ടമായി. ഈ തകർച്ച ഹിസ്ബുള്ളയുടെ കമാൻഡ് ഘടനയെ പൂർണ്ണമായും തളർത്തിയിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ തകർന്നു എന്ന് കരുതിയ ഈ ശക്തിയെ വീണ്ടും കെട്ടിപ്പടുക്കാൻ ഇറാൻ അതിവേഗം കരുക്കൾ നീക്കി. IRGCയിലെ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് ലെബനിലെത്തുകയും ഹിസ്ബുള്ളയുടെ സൈനിക ഘടന പുനർനിർമ്മിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തു. കേവലം ആയുധം നൽകുന്നതിലുപരിയായി തകർന്ന ആശയവിനിമയ ശൃംഖലകൾ പുനഃസ്ഥാപിക്കാനും പുതിയ പോരാളികളെ പരിശീലിപ്പിക്കാനും അവർ നേതൃത്വം നൽകി. ഹിസ്ബുള്ളയുടെ പുനഃസംഘടനയിൽ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം അതിന്റെ പ്രവർത്തന ശൈലിയാണ്. മുൻപൊരു കേന്ദ്രീകൃത നേതൃത്വത്തിന് കീഴിലായിരുന്നു സംഘടന പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ ചാരക്കണ്ണുകളെ വെട്ടിക്കാൻ ഇപ്പോൾ വികേന്ദ്രീകൃത മാതൃകയാണ് ഇതിനെ പരീക്ഷിക്കുന്നത്. ഇതിനെ സൈനിക വിദഗ്ധർ മൊസൈക് പ്രതിരോധം എന്ന് വിളിക്കുന്നു. ഈ തന്ത്രപ്രകാരം ഹിസ്ബുള്ളയെ ചെറിയ സ്വതന്ത്ര യൂണിറ്റുകളായി വിഭജിച്ചിരിക്കുന്നു. ഓരോ യൂണിറ്റിലും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും ആക്രമണം നടത്താനും അധികാരമുണ്ട്. ഒരു യൂണിറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ മറ്റൊരു യൂണിറ്റിലെ അംഗങ്ങൾക്ക് പോലും കൃത്യമായി അറിയില്ല. ഇത് പ്രവർത്തന രഹസ്യം ഉറപ്പാക്കുന്നതിനൊപ്പം ഒരു ഭാഗം തകർന്നാലും മുഴുവൻ സംവിധാനവും തകരാതിരിക്കാനുള്ള ഒരു സുരക്ഷാ കവചമായി മാറുന്നു. ഇറാൻ സ്വന്തം സൈന്യത്തിലും വർഷങ്ങളായി പരീക്ഷിച്ചു വിജയിച്ച ഈ മാതൃക ഇപ്പോൾ ലെബനിലെ ഗറില്ല പോരാട്ടങ്ങൾക്ക് രൂപമാറ്റം വരുത്തിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയെ വെറും ഒരു പ്രാദേശിക ശക്തിയായി നിലനിർത്താനല്ല ഇറാൻ ആഗ്രഹിക്കുന്നത്. പകരം ഇസ്രായേലിനെതിരെ ഒരേ സമയം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആക്രമണം നടത്താനുള്ള ഒരു പ്രാദേശിക സഖ്യത്തിന്റെ ഭാഗമാക്കുകയാണ് ലക്ഷ്യം. ഇറാനും ലെബനനും ഒരേ സമയം ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ IRGC തയ്യാറാക്കിയതായി റിപ്പോർട്ടുകളുമുണ്ട്. മാർച്ച് 11 നടന്ന ചില നീക്കങ്ങൾ ഈ സംയുക്ത യുദ്ധതന്ത്രത്തിന്റെ ആദ്യ പരീക്ഷണമായിരുന്നുവെന്നും കരുതപ്പെടുന്നു. ഇതിലൂടെ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ സമ്മർദ്ദത്തിലാക്കാനും ഒരേ സമയം പല യുദ്ധമുഖങ്ങൾ തുറന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കാനും ഇറാൻ ലക്ഷ്യമിടുന്നു. ഹിസ്ബുള്ളയുടെ കൈവശമുള്ള അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും ഈ തന്ത്രത്തിന്റെ പ്രധാന ഭാഗമാണ്. ഹിസ്ബുള്ളയുടെ ഈ പുനർജീവനം ലെബനൻ എന്ന രാജ്യത്തെ തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. സാമ്പത്തികമായും രാഷ്ട്രീയമായും തകർന്ന നിലവിലെ ലെബനിൽ ഹിസ്ബുള്ള ഒരു സ്റ്റേറ്റിനുള്ളിലെ സ്റ്റേറ്റായി പ്രവർത്തിക്കുന്നു. ഇറാന്റെ ഇടപെടൽ വർദ്ധിക്കുന്നത് ലെബനൻ സർക്കാരിനും സൈന്യത്തിനും വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ലെബനൻ ഉദ്യോഗസ്ഥർക്കും US പിന്തുണയുള്ള സൈന്യത്തിന് മുന്നിൽ ഹിസ്ബുള്ളയുടെ സമാന്തര സൈനിക ശക്തി വലിയൊരു വെല്ലുവിളിയാണ്. ഹിസ്ബുള്ളയുടെ നിരായുധീകരണം എന്ന രാജ്യാന്തര സമ്മർദ്ദം ശക്തമാണെങ്കിലും IRGCയുടെ സാന്നിധ്യം ഈ പ്രക്രിയയെ അസാധ്യമാക്കുന്നു. ഇതിനിടെ ഇറാനിൻ ബന്ധമുള്ള ചില വ്യക്തികളോട് ലെബനൻ വിടാൻ സർക്കാർ ആവശ്യപ്പെട്ടത് ആഭ്യന്തരമായി നിലനിൽക്കുന്ന കടുത്ത അമർഷത്തിന്റെ തെളിവാണ്. ഹിസ്ബുള്ളയുടെ ഓരോ നീക്കവും ലെബനിലെ സാധാരണക്കാരുടെ ജീവിതത്തെയും രാജ്യത്തിന്റെ സുരക്ഷയും നേരിട്ട് ബാധിക്കുന്നു. ഹിസ്ബുള്ളയും IRGCയും തമ്മിലുള്ള ബന്ധത്തിന് 1979 ഇറാനിൽ വിപ്ലവത്തോളം പഴക്കമുണ്ട്. വിപ്ലവ ആശയങ്ങൾ കയറ്റുമതി ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ ഹിസ്ബുള്ളയെ പരിപോഷിപ്പിച്ചത്. 2006 ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധകാലത്ത് ഈ ബന്ധം ലോകം വ്യക്തമായി കണ്ടതാണ്. അന്നത്തെ IRGC തലവൻ ഖാസിം സുലൈമാനി ലെബനിലെ ബങ്കറുകളിൽ ഇരുന്ന് യുദ്ധം നിയന്ത്രിച്ചിരുന്നു. സുലൈമാനിയുടെ മരണശേഷം ഹിസ്ബുള്ളയുടെ മേൽ ഇറാന്റെ നിയന്ത്രണം കുറയുമെന്ന് ചിലർ കരുതിയെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ തെളിയിക്കുന്നത് ആ ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതായി മാറിയെന്നാണ്. ഹിസ്ബുള്ളയുടെ ഓരോ സൈനിക നീക്കത്തിനും പിന്നിൽ ഇറാന്റെ കൃത്യമായ പ്ലാനിങ്ങും സാങ്കേതിക പിന്തുണയുമുണ്ട്. ഇസ്രായേലിനെതിരെയുള്ള ഇറാന്റെ ഭൂപരിധിയില്ലാത്ത യുദ്ധത്തിന്റെ മുൻനിരയിലാണ് ലെബനീസ് മണ്ണിൽ ഹിസ്ബുള്ള നിലയുറപ്പിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ളയെ ഒരിക്കലും നിസ്സാരമായി കാണാൻ ഇസ്രായേൽ തയ്യാറല്ല. ഹമാസിനേക്കാൾ 10 ഇരട്ടി ശേഷിയുള്ള ശത്രുവായാണ് അവർ ഹിസ്ബുള്ളയെ വിലയിരുത്തുന്നത്. ഹിസ്ബുള്ളയുടെ പുനഃസംഘടനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രായേൽ സൈനിക നേതൃത്വം അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ഹിസ്ബുള്ളയെ ഇപ്പോഴും പ്രസക്തവും അപകടകരവുമായ ശക്തി എന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇസ്രായേൽ ലെബനിൽ കൂടുതൽ രൂക്ഷമായ ആക്രമണങ്ങൾക്ക് മുതിരാമെന്നാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ പുനർജീവന ശ്രമങ്ങളും മുളയിലെ നുള്ളാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മൊസൈക് പ്രതിരോധം പോലുള്ള വികേന്ദ്രീകൃതമായ തന്ത്രങ്ങൾ ഇസ്രായേലിന്റെ ലക്ഷ്യപ്രാപ്തിയെ തടസ്സപ്പെടുത്തുന്നു. നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്ക് പകരം നിഴൽ യുദ്ധങ്ങളും സൈബർ ആക്രമണങ്ങളും ഡ്രോൺ പോരാട്ടങ്ങളും നിറഞ്ഞ ഒരു പുതിയ യുദ്ധ കാലഘട്ടത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇറാൻ ഹിസ്ബുള്ള ബന്ധത്തിന്റെ ഈ പുതിയ ഘട്ടം പശ്ചിമേഷ്യയിലെ യുദ്ധ ഭൂപടത്തെ പൂർണ്ണമായി മാറ്റിവരയ്ക്കാൻ ശേഷിയുള്ളതാണ്.
ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു ചേരിതിരിവിന്റെ ഭാഗമാണ്. ഹിസ്ബുള്ളയുടെ ഓരോ ചുവടുവെപ്പും ഇറാന്റെ തന്ത്രപരമായ നീക്കങ്ങളുടെ പ്രതിഫലനമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിക്കുന്ന ലക്ഷണമില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുന്നു. നേരിട്ടുള്ള യുദ്ധങ്ങൾക്കൊപ്പം തന്നെ പ്രതിനിധി ശക്തികളിലൂടെ നടക്കുന്ന ഇത്തരം പോരാട്ടങ്ങൾ ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാണ്. ഈ നിഴൽ യുദ്ധം എവിടെ എത്തി നിൽക്കും എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ഇസ്രയേലിന്റെ സൈനിക കരുത്തും ഇറാന്റെ തന്ത്രപരമായ കരുനീക്കങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ലെബനനും അവിടുത്തെ ജനതയുമാണ് ഏറ്റവും വലിയ വില നൽകേണ്ടി വരുന്നത്. സമാധാനത്തിനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയും ആയുധങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന ഈ വേളയിൽ പശ്ചിമേഷ്യ വീണ്ടും ഒരു മഹാസ്ഫോടനത്തിന്റെ വക്കിലാണ്.